നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിരാനിക്കാണ്. ബിരാനിക്കയും ഉമ്മർക്കയും ഇരിപ്പുണ്ട്. ഇവർക്കൊക്കെ ഒരു കാര്യത്തില് മീഡിയയുടെ മുന്നിലോട്ടൊന്നും വരുന്നില്ല. നമുക്ക് നല്ല ഇങ്ങനെയുള്ള പ്രോത്സാഹനം, ശരിക്കും ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരെ കിട്ടുന്ന ഭാഗ്യമാണ്. പക്ഷെ അവർക്ക് പറയാറുണ്ട്, കാര്യം ഇവർക്കൊന്നും മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു ആളെ ഇപ്പൊ ബിരാനിക്കാനുള്ളത് ഒരു വാക്കുപോലും എനിക്ക് പറയുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാം സപ്പോർട്ടും ഉണ്ട്. പക്ഷെ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്തത്. പിന്നെ ഈ പടത്തിന്റെ പിന്നിലൊക്കെ പ്രവർത്തകരൊക്കെ ജോസി, സംഗീത ജോസി ഇപ്പൊ തന്നെ എത്തും. അപ്പം പിന്നെ ഇതിനകത്ത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. കണ്ടൽക്കാടുകളിലൊക്കെ മോളെ സഹായിച്ചത് ഹരിതയാണ്. ഹരിതയോട് ഇപ്പോഴും ആ കണ്ടൽക്കാടുകളൊക്കെ ഒരുപാട് കാര്യം കണ്ടൽക്കാടുകളിൽ ഉള്ളിലാണ് ഈ സിനിമ ചിത്രീകരിക്കപ്പെട്ടത്. രാജേഷ് കോമഡി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് കോമഡി ആർട്ടിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം അത് കോമഡി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ കണ്ടൽക്കാടുകളെ വെച്ചു പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ തന്നെ ജീവിക്കുന്ന ഒരു താരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. സുധീർ കരമന ആ ഗ്രാമത്തിലുള്ള വലിയ അധ്യാപകനാണ്. ഈ അധ്യാപകൻ കണ്ടെത്തുന്നതാണ് ഈ കുട്ടിയെ അവരുടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് ഒരു ചന്ദ്രശേഖരൻ മാഷ് എന്ന് പറഞ്ഞൊരു ചന്ദ്രശേഖരൻ മാഷാണ് ആയിട്ടാണ് സുധീർ കരമന അഭിനയിച്ചിരിക്കുന്നത്. ആ അമല ഹോസ്പിറ്റലിലെ ഒരു MD ആയിട്ടാണ് നമ്മുടെ ദിനേശ് പണിക്കരായിട്ട്. അവിടെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകനായ അധ്യാപകൻ വിജയ് മാഷായിട്ടാണ് നിയാസ് പ്രവർത്തകൻ. അങ്ങനെ ഈ സിനിമയിലെ ബാക്കി എല്ലാം മെയിൻ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. അപ്പൊ അവരെയൊക്കെ ഈ കണ്ടൽക്കാടുകളിൽ ചിത്രീകരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുഞ്ഞിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് ഹരിതയാണ്. ഹരിത ഇവിടെ ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ബിരാനിക്കയുടെ ഈ കുട്ടിയുടെ അമ്മ, ഇവരെല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാര്യം ഈ കണ്ടൽക്കാടിന്റെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ ചേറ്റുവ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിന്റെ കണ്ടൽക്കാടാണ് ഉപയോഗിച്ചത്. ആലപ്പുഴയാണ് ഈ സിനിമയുടെ ഇതിവൃത്തത്തിന് കാരണമായ കഥ നടക്കുന്ന മുഴുവൻ ആലപ്പുഴയാണെങ്കിലും ആലപ്പുഴയിൽ ഇപ്പോൾ സജീവമായിട്ട് അത്രയും കണ്ടൽക്കാടുകളില്ല. കാരണം പണ്ട് ആലപ്പുഴയിൽ തണ്ണീർമുക്കം മണ്ണ് വരുന്ന പോലെ ഉപ്പുവെള്ളം കയറി അവിടെ ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിച്ചിരുന്ന ഈ കണ്ടൽക്കാടുകളുണ്ട്. കണ്ടൽക്കാട് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് തണ്ണീർമുക്കം മണ്ടൊക്കെ വന്നത്. അപ്പൊ ആലപ്പുഴയുടെ ബേസിൽ ഈ സിനിമ ഒരു സീൻ പോലും ആലപ്പുഴ എടുക്കാതെ ഞങ്ങൾ ചേറ്റുവ എന്ന് പറഞ്ഞ കണ്ടൽക്കാടുകളുടെ ഗ്രാമത്തിലാണ് എടുത്തത്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്കും ആ കണ്ടൽക്കാടുകൾ ഉള്ളിലോട്ട് പോലും കയറാൻ നമുക്ക് അസാധ്യമാണ്. അവിടെ ഒക്കെ തന്നെ ചിത്രീകരിച്ചത്. അന്ന് ഈ കുട്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമ കാണണം, മീഡിയ ഒന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെയാണ്. വിരാനിക്ക് ഒരു വാക്ക് പോലും പറയുന്നില്ലെന്ന് പറഞ്ഞു. ഇഷ്ടം ഒരു വാക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയുക, സന്തോഷമുണ്ട്. അങ്ങനെ അദ്ദേഹം വേറൊന്നും കൊണ്ടല്ല, മീഡിയയുടെ മുന്നോട്ട് വരാനും പോലും താല്പര്യമില്ല. ഉമ്മർക്ക് പറയുമ്പോൾ ഒരു മീഡിയയിൽ മുന്നോട്ട് വരാൻ പോലും താല്പര്യമില്ലാത്ത, വേറൊന്നും കൊണ്ടല്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സിനിമയെ കുറിച്ച്. ജോസി എന്തോ വണ്ടി എന്തോ താമസിച്ചു വയ്ക്കുക. ജോസി അതിന് സംഗീതം ചെയ്ത് എത്തുന്നു വിചാരിച്ചു. അപ്പൊ ഞാനത് വിശ്വമായിട്ട് പറഞ്ഞത് ഈ ഇത്രയും കഥാപാത്രങ്ങളാണ് സിനിമയിൽ പറഞ്ഞുള്ളത്. 6 പേരാണ് ഈ സിനിമയിൽ മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു കൊച്ചു കുട്ടിയാണ്. അവളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ കണ്ടൽക്കാടും ഈ ഹോസ്പിറ്റലും അച്ഛനും മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം എല്ലാവരും കണ്ടിട്ട് പറയുന്നത് ഇതിനകത്ത് മലിനീകരിക്കപ്പെട്ട പുഴയോ അല്ലെങ്കിൽ നമ്മുടെ കീടനാശിനിയുടെ അവധി ഉപയോഗമുള്ള പാഠങ്ങളോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികളെ ഒന്നും സെന്റിമെന്റ്സ് സീനോ ഒന്നുമില്ലാത്തൊരു സിനിമയാണ്. നല്ല പോസിറ്റീവായിട്ടാണ്. ഈ കൊച്ചിന്റെ ഒരു സ്വപ്നത്തിലൂടെയാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമ സിനിമ കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ നല്ല നിരൂപണം കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. റിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ ചോദിച്ചതാണെങ്കിലും ആ സമയത്ത് ഈ ചെറിയ കുട്ടി അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അത് മുടി നല്ല ലെങ്തി മുടിയായിരുന്നു പറഞ്ഞു. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ആ മുടി മുറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് കുട്ടി തന്നെ ഒന്ന് അനുഭവം ഒന്ന് പറഞ്ഞു. അത് അവിടെ മനസ്സിലാവുന്ന കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഞാൻ ഈ കാര്യം ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എൻ്റെ അസോസിയേറ്റ് രതീഷൊക്കെ ഉണ്ട്. രതീഷൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സതീഷിനും ശാഖട്ടൊക്കെ ഉണ്ട്. ഈ കുട്ടി മുടി മുറിക്കുന്ന ഒരു സീൻ, അത് നമുക്ക് മുടി മുറിക്കാതെ തന്നെ കൊടുക്കാം. കാര്യം അത്രയും നല്ല മനോഹരമായ മുടിയാണ്. പക്ഷെ ഞങ്ങൾ ആ കാര്യം പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോട് കൂടി. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കുട്ടിയുടെ മുടി മുറിക്കുന്ന അമല ഹോസ്പിറ്റലിൽ ദാനം ചെയ്യാൻ വേണ്ടി മുടി മുറിക്കുമ്പോൾ ഈ സീൻ എടുക്കുന്നത്. ഈ സിനിമ ടോട്ടലി സീൻ മുഴുവൻ മുറിച്ച് തന്നെയാണ്. എല്ലാവരും കാണുന്ന പക്ഷെ അറിഞ്ഞു പോയി. ഞാൻ കുട്ടിയെ നോക്കാം. ഫസ്റ്റ് മുടി ഒടിക്കാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ആകെ പോയെങ്കിലും പിന്നെ ഞാൻ ചോദിച്ചു നമ്മുടെ സിനിമയിലൊക്കെ വരെന്ന് പറഞ്ഞ വലിയൊരു കാര്യമില്ലേ. പിന്നെ അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞിട്ടാണ് മുടി മുറിച്ചത്. മുറിക്കല്ലേ ഇത് ഫുള്ള് പൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിരുന്ന് എല്ലാവരും കണ്ണ് നിറഞ്ഞു. സാർ എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കൂളാക്കിയിരുന്നു. സാരല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു.
പിന്നെ പ്രൊഡ്യൂസർ ആൻറ്റി ശോഭ നായർ അവരൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് അവര് കുറെ എന്തൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കരഞ്ഞിട്ട്, ഞാൻ അധികം കരഞ്ഞില്ല, എൻ്റെ പാരൻസ് കാരണം അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയിരുന്നു ആഗ്രഹമായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പണം എങ്ങനെയാണ് വിജയിച്ചാൽ പോലെ ഏതൊക്കെ വിചാരിച്ച് പോയി.